ക്യാരക്ടറിൻ്റെ അത്ര തന്നെ ഇമ്പാക്റ്റ് ഒരു സൈഡ് ക്യാരക്ടർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഒരു മെയിൻ ക്യാരക്ടറിനെ കഴിഞ്ഞ് ഫാൻ ബേസ് ഒരു സൈഡ് ക്യാരക്ടർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ ആ ഒരു സംഗതി പ്രോപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയാണ് ആനിമെ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് ഗംഭീര സൈഡ് ക്യാരക്ടേഴ്സിനെ ആനിമെ നമുക്ക് മുന്നിലേക്ക് പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. വൺ പീസിലേക്ക് വരികയാണെങ്കിൽ റോർനോവ സോറോ ആസ് എ സൈഡ് ക്യാരക്ടർ ഈ ഒരു മനുഷ്യൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആബ്സല്യൂട്ട്ലി പീക്കാണ്. ഓട കുക്ക് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് ഐറ്റമാണ് റോർനോവ സോറോ. ഒരു സംശയവുമില്ല എന്തുകൊണ്ടാണ് ഈ ഒരു ക്യാരക്ടർ എത്രമാത്രം ഫാൻ ബേസ് ഉള്ളത്. ഞാനിത് കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് മറ്റേ ഡീമൺ സ്ലെയറിൻ്റെ മൂവി കാണാൻ പോയപ്പം അതിൽ ആകാശ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാന്ന് തോന്നുന്നു പേര്, വില്ലനാന്ന് തോന്നുന്നു. ഓ പുള്ളിക്ക് എൻ്റെ പൊന്നു, ഞാൻ പുള്ളിയുടെ ഫാനായി പോയി. ഞാൻ സത്യമായിട്ട് പറയാം, എനിക്ക് തോന്നി അനിമേഷനൊക്കെ വില്ലൻസിന് പോലും ഫാൻ ബേസ് ഉണ്ട്. അതാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.